നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. നമുക്കറിയാം, ജൂലൈ മാസം 1-ാം തീയതി മുതൽ രാജ്യവ്യാപക സെൻസസിന് തുടക്കം കുറിക്കും. നമുക്കിപ്പോൾ ഡിജിറ്റലായിട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ അതല്ലാതെ ഉദ്യോഗസ്ഥർ നമ്മളുടെ വീടുകളിൽ എത്തിച്ചേർന്ന 34ഓളം വരുന്ന ചോദ്യാവലിയിൽ നിന്ന് ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവരശേഖരണം നടത്തി കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തുകയാണ് ഈ ഒരു സെൻസസിലൂടെ ചെയ്യുന്നത്. ഇത് ആദ്യഘട്ട സെൻസസ് ആണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. മുൻപ് ഇത് ഇപ്പോൾ 2011 നടത്തപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം നടക്കുന്ന സെൻസസ് ആണ്. അതുമാത്രമല്ല, നിലവിൽ ആദ്യഘട്ടത്തിൽ നടത്തുന്ന വീടുകളുടെ വിവരശേഖരണം രണ്ടാം ഘട്ടത്തിൽ, അതായത് 2027 ഫെബ്രുവരി മാസമായിരിക്കും ജനസംഖ്യ കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുക. നമ്മളുടെ വീടുകളിലേക്ക് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളോട് കൃത്യമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. കാരണം അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വിവിധ വികസന പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ചർച്ച ചെയ്യേണ്ടത്. അതുമാത്രമല്ല, പുതിയ പ്ലാനുകൾ കൊണ്ടുവരേണ്ടത്. അതായത് ഒരു പ്രദേശത്ത് ജനസംഖ്യ കൂടുതലുള്ള മേഖലകൾ തിരിച്ച് അത്തരം പ്രദേശത്ത് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അവിടെ ആശുപത്രികൾ വേണമെങ്കിൽ അത്തരം സൗകര്യങ്ങൾ, മറ്റ് എന്തെല്ലാം സജ്ജീകരണങ്ങൾ ആ പ്രദേശത്ത് ഒരുക്കണമോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. അതുമാത്രമല്ല, വീടുകളുടെ വിവരശേഖരണം ആയതുകൊണ്ട് തന്നെ എന്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളാണ് ഓരോ പ്രദേശത്തും ഇല്ലാത്തത് എന്ന് കണ്ടെത്തി അങ്ങനെയുള്ള സൗകര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി പ്രത്യേക പദ്ധതികൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കുകയും ചെയ്യും. ഇതെല്ലാം തന്നെ വികസിത ഭാരതം എന്ന് പറയുന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യാവലിയോട് പൂർണ്ണമായിട്ട് സഹകരിക്കുക. കൃത്യമായിട്ട് നമ്മളുടെ വീടിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അവസ്ഥകൾ സത്യസന്ധമായിട്ട് ഉദ്യോഗസ്ഥരോട് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, ഡിജിറ്റലായിട്ട് ഇപ്പോൾ ഇത് പൂർത്തിയാക്കിയിരിക്കുന്ന, അതായത് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഒരു സെൽഫ് എന്യൂമറേഷൻ ID H-ൽ തുടങ്ങുന്ന ഒരു 11 അക്ക നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. ഈ ID-യാണ് ഉദ്യോഗസ്ഥരോട് ഷെയർ ചെയ്യേണ്ടത്. അതിനുശേഷം ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് സ്ഥിരീകരിച്ചാൽ മതിയാകും. ഇനി അത് മാത്രമല്ല, ഉദ്യോഗസ്ഥർ നമ്മളുടെ വീടുകളിലേക്ക് എത്തിയുള്ള സെൻസസ് ആണ് ഇവിടെ സ്വീകരിക്കുന്നത് എങ്കിൽ, അതായത് ഭൂരിഭാഗം പേരും ഇതുവരെ സെൽഫ് എന്യൂമറേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് അതിൻ്റെ ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കഴിയുമ്പോൾ ഏകദേശം 34ഓളം വരുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുക. അത് നമ്മളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ചുറ്റുപാടുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ചോദ്യാവലിയിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ചുരുക്കി കൂടി പറയുകയാണ്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക കൂടി ചെയ്യുക. സെൻസസ് ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വരി നമ്പർ, കെട്ടിട നമ്പർ, സെൻസസ് വീടിൻ്റെ നമ്പർ, സെൻസസ് വീടിൻ്റെ നിലത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സാമഗ്രി, സെൻസസ് വീടിൻ്റെ ഭിത്തിക്ക് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സാമഗ്രി, വീടിൻ്റെ മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സാമഗ്രി, അതോടൊപ്പം തന്നെ വീടിൻ്റെ ഉപയോഗം, സെൻസസ് വീടിൻ്റെ അവസ്ഥ, കുടുംബത്തിൻ്റെ നമ്പർ, കുടുംബത്തിൽ പതിവായി താമസിക്കുന്ന ആളുകളുടെ എണ്ണം, കുടുംബനാഥൻ്റെയോ അല്ലെങ്കിൽ നാഥിയുടെ പേര്, കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ നാഥിയുടെ ലിംഗഭേദം, പട്ടികജാതിയോ പട്ടികവർഗമോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, വീടിൻ്റെ ഉടമസ്ഥത ഏത് തരത്തിലാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ താമസിക്കുവാൻ ഈ കുടുംബത്തിന് മാത്രമേ കൈവശമുള്ള മുറികളുടെ എണ്ണം, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണം, കുടിവെള്ളത്തിൻ്റെ പ്രധാന സ്രോതസ് എന്താണ്, കുടിവെള്ള സ്രോതസ്സിൻ്റെ ലഭ്യത ഏത് രീതിയിലാണ്, അതോടൊപ്പം തന്നെ വെളിച്ചത്തിൻ്റെ പ്രധാന സ്രോതസ്, കക്കൂസിൻ്റെ ലഭ്യത, കക്കൂസിൻ്റെ തരം, അതോടൊപ്പം തന്നെ അഴുക്കുവെള്ളക്കുഴൽ ബന്ധിപ്പിച്ചിട്ടുള്ളതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, പരിസരത്ത് ലഭ്യമായ കുളിക്കുവാനുള്ള സൗകര്യം ഏത് രീതിയിലാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ LPG അല്ലെങ്കിൽ PNG കണക്ഷനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഇനി അതോടൊപ്പം തന്നെ പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം ഏതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇനി നമ്മുടെ വീട്ടിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ പോലുള്ള സാധനങ്ങൾ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ് ലഭ്യത, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ടെലിഫോൺ, മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ, സൈക്കിൾ, സ്കൂട്ടർ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ഉണ്ടോ എന്നുള്ള കാര്യം, കാർ, ജീപ്പ്, വാൻ തുടങ്ങിയ വാഹനങ്ങൾ, കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ ഏതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒരു മൊബൈൽ നമ്പർ. ഇങ്ങനെ ഒരു വീടിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരിക്കും ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ പറയുന്നതിൽ മറ്റ് തടസ്സങ്ങളില്ല. അപ്പോൾ പരിപൂർണ്ണമായിട്ട് ഇതിനോട് സഹകരിക്കുക. ജൂലൈ മാസം 1-നും 30-നും ഇടയിലുള്ള തീയതികളിൽ തന്നെ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.